السلام عليكم ورحمة الله. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അശ്ആറു ശരീഫിൽ റഅ്സു ശരീഫിൽ അതുപോലെ ലിഹിയത്തിൽ ഒക്കെ ഉള്ള നരച്ച മുടികളെക്കുറിച്ച് ഉള്ള ഹദീസുകളാണ് ചിലത് നമുക്ക് വായിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു സബ്റ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുകയാണ്, അക്കാന ഫീ റഅ്സി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈബുൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ നരയുണ്ടായിരുന്നോ? ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നു, ലം യകുൻ ഫീ റഅ്സി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈബുൻ, അവിടുത്തെ റഅ്സ് ഷരീഫിൽ നര എന്ന് പറയാനൊന്നുമില്ല. ഇല്ലാ ഷഅറാത്തുൻ ഫീ മഫ്രിഖ് റഅ്സി, മൂർധാവിൽ കുറഞ്ഞ മുടികൾ മാത്രം വെളുത്തിരുന്നു, നരച്ചിരുന്നു. ഇദദ്ദഹന വാറാഹുന്നദ്ദുഹുനു, അവിടുന്ന് എണ്ണ ഉപയോഗിക്കുമ്പോൾ അത് കാണാനുണ്ടാവില്ല, എണ്ണ ഉപയോഗിക്കാത്തപ്പോൾ മാത്രമാണ് അത് കാണപ്പെടുക എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഈ നര വന്നാൽ, തലമുടി നരച്ചാൽ അതിന് കളറ് മൈലാഞ്ചി കൊണ്ടോ മറ്റോ കളറ് നൽകൽ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നത് ഹദീസിൽ കാണാം. അബൂ റിംസ റളിയല്ലാഹു അൻഹു ഇവനെ തൊട്ടുള്ള ഉദ്ധരണി, അദ്ദേഹം പറഞ്ഞു, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ ഇബ്നിൻ ലി, എൻ്റെ ഒരു മകനെ കൂട്ടി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ചെന്നു. ഫഖാല, അപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഇബ്നുക ഹാദാ, നിങ്ങളുടെ മകനാണോ ഇത്? ഫഖുൽതു നഅം അഷ്ഹദു ബിഹി, അതെ എന്ന് പറഞ്ഞു. ഖാല ലാ യജ്നി അലൈക വലാ തജ്നി അലൈഹി, മകൻ നിന്നോടോ നീ മകനോടോ അതിക്രമങ്ങൾ കാണിക്കാൻ പാടില്ല എന്ന് ഉപദേശിച്ചു. ബാപ്പ മകനോടും മകൻ ബാപ്പായോടും ചെയ്യേണ്ട മര്യാദകളെക്കുറിച്ച് ആണ് അവിടുന്ന് ഉണർത്തിയത്. അപ്പോൾ ജാഹിലിയ്യത്തിലുള്ള അവരുടെ വിശ്വാസം, ജിനായത്ത് എന്ന് പറഞ്ഞാൽ തിന്മയാണ്. അപ്പോൾ ആ മകൻ ചെയ്യുന്ന തിന്മക്ക് നിങ്ങൾക്ക് അത് കുറ്റമാകില്ല, നിങ്ങൾ ചെയ്യുന്ന തിന്മക്ക് മകനും ഉത്തരവാദിയാകില്ല. ജാഹിലിയ കാലത്തെ വിശ്വാസത്തെ നിരാകരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാക്കിലൂടെ ചെയ്തത്. കാരണം ജാഹിലിയത്തിൽ ഒരാൾ അക്രമം ചെയ്താൽ അയാളെ കിട്ടിയിട്ടില്ലെങ്കിൽ അയാളെ മകനെ പിടിച്ച് പ്രതികാരം ചെയ്യും, അല്ലെങ്കിൽ പിതാവിനെ പിടിച്ച് പ്രതികാരം ചെയ്യുമായിരുന്നു. അത് പാടില്ല എന്നാണ് അവിടുന്ന് വിവരിച്ചു കൊടുത്തത്. എന്നിട്ട് അബൂ റിംസ പറയുന്നു, ഖാല വറഅയ്തു ശൈബ അഹ്മർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുടി, നരച്ച മുടി ചുവന്ന കളറിൽ ഞാൻ കണ്ടു. അത് ഈ മൈലാഞ്ചി കൊണ്ട് ചായം കൊടുത്തതുകൊണ്ട്, കളർ കൊടുത്തതുകൊണ്ടാണ് ആ കളർ മാറ്റമുണ്ടായത്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഹൽ ഖലബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടിക്ക് കളർ കൊടുത്തിരുന്നോ? ഖാല നഅം, അതെ ചെയ്തിരുന്നു. ഒരു സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ അബൂ ഖുഹാഫയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ കൊണ്ടുവന്നു.
അദ്ദേഹം പടുവൃദ്ധനായി, തലമുടിയെല്ലാം നരച്ച് പാറിപ്പറന്ന് കിടക്കുന്നു. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗയ്യിറു ഹാദാ ബിശൈഇൻ, ഈ നര, അദ്ദേഹത്തിൻ്റെ നരച്ച തലമുടിക്ക് കളർ കൊടുത്തുകൊണ്ട് ആ വെളുപ്പൊന്ന് മാറ്റുക. വജ്തനിബു സവാദ്, പക്ഷെ കറുപ്പ് കളർ കൊടുക്കാൻ പാടില്ല, ആ മുടി കറുപ്പിക്കാൻ പാടില്ല, അത് ഹറാമാണ്. അത് അനുവദനീയമായത് യുദ്ധമുഖത്ത് ചിലപ്പോൾ വൃദ്ധരായ യോദ്ധാക്കൾ മുസ്ലിം പക്ഷത്തുണ്ടാകുമ്പോൾ മുടിയും താടിയൊക്കെ നരച്ച് അങ്ങനെ വെളുത്ത മുടിയുമായി യുദ്ധക്കളത്തിൽ കാണുമ്പോൾ ശത്രുക്കൾക്ക് ഇത് വയസ്സന്മാരാണ്, അവരെ നമുക്കങ്ങ് വീശിക്കളയാം എന്ന് ചിലപ്പോൾ തോന്നും. അപ്പോൾ അവിടെ ഒരു യുദ്ധതന്ത്രം എന്ന നിലക്ക് വൃദ്ധരായ നരച്ച മുടിയുള്ളവർക്ക് കറുപ്പ് കൊണ്ട് കളറ് നൽകാം. അല്ലാത്തിടത്തൊന്നും നരച്ച മുടി കറുപ്പിക്കാൻ പാടില്ല, ഒരു സൂത്രം കൊണ്ടും അത് പാടില്ല എന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഖുഹാഫയുടെ തലമുടിയുടെ കളറ് മാറ്റാൻ പറഞ്ഞപ്പോൾ വജ്തനിബു സവാദ്, കറുപ്പ് നിങ്ങൾ ഉപേക്ഷിക്കണം, കറുപ്പ് ഉപയോഗിക്കാൻ പാടില്ല, കറുത്ത കളറ് കൊണ്ട് മുടി കളർ കൊടുക്കാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ ബുശൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു മിൻ ബൈതിഹി യൻഫുളു റഅസഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ തലയിലെ വെള്ളം ഇങ്ങനെ തട്ടിക്കളഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. വഖദ് ഇഗ്തസൽ, അവിടുന്ന് കുളിച്ചിട്ട് വരികയാണ്. അവ തലയിലെ വെള്ളം കൈകൊണ്ടിങ്ങനെ തട്ടി കുടഞ്ഞു കളഞ്ഞു. അവിടെ തലയും ശരീരമൊക്കെ സുന്നത്തായ കുളിയോ ഫർളായ കുളിയോ ഒക്കെ കുളിച്ചാൽ അത് തോർത്താതിരിക്കൽ സുന്നത്താണ്. വുളുവും കുളിയൊക്കെ അങ്ങനെ തന്നെയാണ്. വുളുവിൻ്റെ വെള്ളം തോർത്താതിരിക്കൽ സുന്നത്താണ്, കുളിയുടെ വെള്ളവും അങ്ങനെ തന്നെ. ഇനി തല തോർത്തിയിട്ടില്ലെങ്കിൽ ജലദോഷമൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് തോർത്താം, അല്ലാതിരുന്നാൽ അത് തോർത്താതിരിക്കലാണ് നല്ലത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല തോർത്താതെ കുളിച്ചിട്ട് അപ്പോൾ തലയിൽ നിന്ന് ഉറ്റു വീഴുന്ന വെള്ളം കൈകൊണ്ടങ്ങ് തട്ടിക്കളഞ്ഞുകൊണ്ടാണ് വരുന്നത്. വബിറഅ്സിഹി റദുഉൻ മിൻ ഹിന്നാ, ആ സമയത്ത് അവിടുത്തെ തലമുടിയിൽ ഞാൻ മൈലാഞ്ചിയുടെ കളറ് കണ്ടു. അപ്പോൾ മൈലാഞ്ചി കൊണ്ട് കളർ കൊടുത്തിരുന്നു എന്ന ഹദീസുകളാണ് നാം ഈ പറഞ്ഞത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു മഞ്ഞ കളറ് ആയാൽ നല്ലതാണ്. മൈലാഞ്ചിയുടെ കളറ് ഏകദേശം ചുവപ്പ് മഞ്ഞയുടെ അടുത്താണല്ലോ ഉണ്ടാവുക. അത് വിശുദ്ധ ഖുർആനിൽ തസുറുൻ നാളിരീൻ എന്ന് പറഞ്ഞ് സഫറാഉ ഫാഖിഉൽ ലൗനുഹ തസുറുൻ നാളിരീൻ, മഞ്ഞ കളറ് അത് കാഴ്ചക്കാർക്ക് ഇമ്പമുള്ളതാണ് എന്ന് പശുവിനെക്കുറിച്ച് ബനു ഇസ്രായേൽ അറുക്കാൻ വേണ്ടി പറഞ്ഞ പശുവിനെക്കുറിച്ച് ഉള്ള പരാമർശത്തിൽ ഈ കളറിനെക്കുറിച്ച് സഫറാ മഞ്ഞ കളറിനെക്കുറിച്ച് തസുറുൻ നാളിരീൻ, കാഴ്ചക്കാർക്ക് ഇമ്പമുള്ളതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നല്ലതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണിൽ സുറുമയിട്ടിരുന്നു. കണ്ണിനുള്ളിൽ കാഴ്ച തെളിയാനും മറ്റും ഈ സുറുമയിടുന്നത് കൊണ്ട് ഗുണമുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇക്തഹിലു ബിൽ ഇസ്മിത്, അഞ്ജനം കൊണ്ട് നിങ്ങൾ സുറുമയിടുക. അഞ്ജനക്കല്ല് എന്ന് പറഞ്ഞ് കുഴിച്ചെടുക്കുന്ന സാധനമാണ്. അത് കല്ലായിട്ട് കിട്ടുന്നതും വളരെ സോഫ്റ്റായി പൊടിച്ച് അത് സുറുമയായി ഉപയോഗിക്കുന്നതുമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഫഇന്നഹു യജ്ലുൽ ബസർ, നിങ്ങൾ അഞ്ജനം കൊണ്ട് സുറുമയിടുക, അത് കാഴ്ച നല്ല തെളിച്ചമുള്ളതാക്കും.
വയുംബിത്തു ഷാർ, കൺപോളകളിലെ മുടികളൊക്കെ നന്നായി വളരും. കൺപോളകളിലെ മുടികൾ കണ്ണിന് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അള്ളാഹു പടച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ പ്രാണികളോ കരടോ മറ്റോ ഒക്കെ കണ്ണിലേക്ക് വരാതെ നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുന്നത് കൺപോളകളുടെ മുടികളാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്ത് ലഹു മുക്ഹുലത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സുറുമയുടെ ഡപ്പി ഉണ്ടായിരുന്നു, ഒരു കുപ്പി. യക്തഹിലു ബിഹ, അതുകൊണ്ട് അവിടുന്ന് സുറുമ ഇടാറുണ്ടായിരുന്നു. കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയും. സലാസത്തൻ ഫി ഹാദിഹി, 3 പ്രാവശ്യം ഈ വലത് കണ്ണിലും, വസലാസത്തൻ ഫി ഹാദിഹി, 3 പ്രാവശ്യം ഇടത് കണ്ണിലും. അപ്പോൾ ഈ സുറുമക്കോല് കൊണ്ട് ആ അഞ്ജനത്തിൻ്റെ ആ പൊടി ഇട്ട ആ ഡപ്പിയിൽ സുറുമക്കോല് കൊണ്ട് കുത്തിയിട്ട് അതിൽ നിന്ന് അല്പം പൊടിയേ അതിൽ പറ്റുള്ളൂല്ലോ. 3 പ്രാവശ്യം വലത് കണ്ണിലും 3 പ്രാവശ്യം ഇടത് കണ്ണിലും അവിടുന്ന് ഉപയോഗിച്ചിരുന്നു രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത്. അത് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്തഹിലു ഖബ്ല അൻ യനാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഇക്തിഹാൽ ചെയ്യാറുണ്ട്, സുറുമയിടാറുണ്ട്. സലാസൻ 3 പ്രാവശ്യം, ഫീ കുല്ലി ഐനിൻ, 2 കണ്ണുകളിലും. അതേപോലെ ഹദീസുകൾ ധാരാളമുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്തഹിലു ഖബ്ല അൻ യനാമ ബിൽ ഇസ്മിത്, സുറുമ കൊണ്ട് അവിടുന്ന് കണ്ണിൽ സുറുമയിടാറുണ്ടായിരുന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിൽ ഇസ്മിദി ഇൻദ നൗം, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ അഞ്ജനം കൊണ്ട് സുറുമയിടുക. ഫഇന്നഹു യജ്ലുൽ ബസർ വയുംബിത്തു ഷഅർ, അത് കാഴ്ചക്ക് തെളിച്ചമുണ്ടാക്കും, മുടി നന്നായി വളരാൻ സഹായകമാവുകയും ചെയ്യും. വേറൊരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത് തന്നെയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറഞ്ഞു, ഇന്ന ഖൈറ അക്ഹാലിക്കും അൽ ഇസ്മിത്, നിങ്ങളുടെ സുറുമകളിൽ വെച്ച് ഏറ്റവും നല്ലത് അഞ്ജനത്തിൻ്റെ സുറുമയാണ്. യജ്ലുൽ ബസറ വയുംബിത്തു ഷഅർ, കാഴ്ച തെളിയിക്കുകയും മുടി നന്നായി വളർത്തുകയും ചെയ്യും. ഇതേ ആശയത്തിലുള്ള ഹദീസുകൾ ധാരാളമുണ്ട്. ആ സുറുമയിടൽ നമുക്ക് സുന്നത്താണ്. അതിന് പലതും സുറുമ എന്ന പേരിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. എന്നാൽ ഏറ്റവും നല്ലത് മാത്രമേ വാങ്ങി കണ്ണിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. കുറഞ്ഞ വിലക്ക് കിട്ടുന്നത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അതിൽ മായം ചേർക്കലോ മറ്റോ ഉണ്ടായേക്കാം. അത് നമുക്ക് കണ്ണിന് ദോഷം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അഞ്ജനം കൊണ്ട് സുറുമയിടാനാണ്. അപ്പോൾ ഒറിജിനൽ അഞ്ജനക്കല്ല്, അതിൻ്റെ പൊടി ആയിരിക്കണം. അത് ലഭ്യമാകുന്ന ഓതറൈസ്ഡ് ഏജൻസികളിൽ നിന്ന് വേണം അത് വാങ്ങി ഉപയോഗിക്കാൻ. അല്ലാത്തത് ഹദീസിൽ പറഞ്ഞു എന്ന നിലക്ക് കിട്ടിയതെല്ലാം കണ്ണിൽ ഇട്ടാൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഹദീസോ ഇസ്ലാമോ ഉത്തരവാദിയാവുകയില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രധാരണയെക്കുറിച്ച് ഉള്ള ചില വിവരണങ്ങൾ നമുക്ക് കാണാം. ഇത് നാം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താനാണ്. വസ്ത്രം എങ്ങനെയായിരിക്കണം? അവിടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അവിടുന്ന് വിവരിക്കുന്നത് കാണാം.
കാന അഹബ്ബു സിയാബി ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖമീസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഖമീസ് ആയിരുന്നു. ഖമീസ്, കന്തൂറ എന്നൊക്കെ പറയുന്ന നീളത്തിലുള്ള ഷർട്ടാണ്. അത് ശരീരം മുഴുവൻ മറക്കുന്ന വളരെ മാന്യമായ വസ്ത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട വസ്ത്രമായിരുന്നു അത്. ചിലപ്പോൾ തുണിയും ഒരു മുകളിൽ ഒരു ഉത്തരീയം, ഒരു രിദാ, ഒരു തട്ടം ഒക്കെ ഇട്ട് അങ്ങനെയും വേഷം ഉണ്ടാകാറുണ്ട്. ഔറത്തൊക്കെ മറയുന്ന വിധത്തിൽ ഒരു ഇസാർ, തുണിയും ഒരു രിദാ, ഒരു മേൽത്തട്ടുമായിട്ട് അങ്ങനെ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഖമീസായിരുന്നു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നമുക്ക് കാണാം. ഇതേ ആശയം ഉള്ള മറ്റ് ധാരാളം ഹദീസുകൾ ഉണ്ട്. ഈ ഉമ്മു സലമ ബിവിയെ തൊട്ട് തന്നെ അബ്ദുല്ലാഹിബ്നു ബുറൈദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ഇതേ ഹദീസ് തന്നെ. കാന അഹബ്ബു സിയാബി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖമീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഖമീസായിരുന്നു. ഇത് ധാരാളം സനദുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ഇനി ഖമീസ് ആകുമ്പോൾ തന്നെ അതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം? ബഹുമാനപ്പെട്ട അസ്മാ ബിൻതി യസീദ് റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. കാന കുമ്മു യദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല റുസ്ഗി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഖമീസിൻ്റെ ഈ കൈ, കുപ്പായ കൈ, ഇല റുസ്ഗി. റുസ്ഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കഫ്, മുൻകൈയും ഈ തണ്ടം കൈയും തമ്മിൽ ചേരുന്ന ഈ ജോയിൻ്റ്, ഈ മണിബന്ധം എന്നൊക്കെ പറയുന്ന ഈ ജോയിൻ്റ് വരെ നീളമുള്ള ഖമീസായിരുന്നു. അപ്പോൾ ഈ അരക്കയ്യൻ കുപ്പായമല്ല ഇടേണ്ടത്. നന്നായി കൈ പൂർണ്ണമായി കഫ് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം മുഴുവൻ മറയുന്ന രൂപത്തിലായിരിക്കണം ഖമീസിൻ്റെ കൈ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖമീസിൻ്റെ സ്വഭാവം പറഞ്ഞതിൽ നിന്ന് നാം ഉൾക്കൊള്ളുന്നത്. മുആവിയത്ത് ഇബ്നു ഖുറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റഹ്തിൻ മിൻ മുസൈനത ലിനുബായിഅഹു. ഞങ്ങൾ മുസൈന ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അങ്ങോട്ട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ, ഞങ്ങൾ മുസ്ലിമാകാനും മുസ്ലിമായി ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അനുവർത്തിക്കും എന്നൊക്കെയാണ് ബൈഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് നിബന്ധനകളൊക്കെ പറയുക. അതവർ അംഗീകരിക്കുകയും ചെയ്യും. ഇതാണ് ബൈഅത്ത്. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം, നിരാലംബരെ സഹായിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, വിഷമം അനുഭവിക്കുന്നവർക്ക് സമാധാനം നൽകണം, ദുഃഖിതനെ സമാശ്വസിപ്പിക്കണം, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ബൈഅത്തിൽ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കാറുള്ളത്. കുടുംബബന്ധം പുലർത്താനും സ്നേഹിതന്മാർ തമ്മിൽ നല്ല നിലയിൽ കഴിഞ്ഞുകൂടാനും അയൽവാസികളോട് ഏറ്റവും നല്ലവരായി ജീവിക്കാനുമെല്ലാം പറയുന്ന ആ ബൈഅത്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചു ചെല്ലുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നപ്പോൾ വ ഇന്ന ഖമീസഹു ലമുത്ലഖുൻ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച ഷർട്ട് അത് ബട്ടൺ ഇട്ടിട്ടില്ല, അല്പം ഇങ്ങനെ ലൂസായി കഴുത്തിൻ്റെ ഭാഗത്ത് ഉണ്ട്. ഔഖാല സിറു ഖമീസിഹി മുത്ലഖ്. അവിടുത്തെ ഖമീസിൻ്റെ ബട്ടൺ അഴിച്ചിട്ട സമയത്താണ് ഞങ്ങൾ ചെന്നത്. ഈ മുകളിൽ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഒന്നോ രണ്ടോ ബട്ടണാണല്ലോ ഉണ്ടാവുക. ഖാല മുആവിയത്ത് ഇബ്നു ഖുറ റളിയല്ലാഹു അൻഹു പറയണം, അദ്ദേഹം ചെറുപ്പാണ്. ഫ അദ്ഖൽതു യദി ഫി ജൈബി ഖമീസിഹി. അങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കുപ്പായ മാറിലൂടെ എൻ്റെ കൈ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ഫ മസിസ്തുൽ ഖാത്തം. അങ്ങനെ ഖാത്തമുൻ നുബുവ ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊട്ടു. അദ്ദേഹം അന്ന് കുട്ടിയാണ്. ആ കുട്ടികളുടെ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസ്വാരസ്യം ഉണ്ടാകുന്ന കാര്യവും അല്ല. അവിടുന്ന് കുട്ടികളോട് വളരെ ഫ്രണ്ട്ലിയായാണ്
അവിടുന്ന് പെരുമാറാറുള്ളത്. അപ്പോൾ അവിടെ കമീസ് ധരിച്ചു എന്നാണ്, ഞങ്ങൾ ചെന്ന സമയത്ത് കമീസാണ് ധരിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള റിപ്പോർട്ട് കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജഹു മുത്തക്കിഉൻ അലാ ഉസാമത്ത് ബിൻ സൈദിൻ. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് അല്പം അവശതയുള്ള സമയമാണ്, പള്ളിയിലേക്ക് വരുന്നു. വഅലൈഹി സൗബുൻ ഖത്രിയുൻ ഖദ് തവശഹ ബിഹി ഫസല്ല ബിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വസ്ത്രം, ഒരു ഷാള് ധരിച്ചിട്ടുണ്ട്. ഖത്രിയായ ഷാൾ എന്ന് പറയുന്നത് യമനിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു കോട്ടൺ നൂലും ചുവപ്പ് കളറിലും മറ്റൊക്കെ ആയിട്ട് ഉള്ള ഒരു പരുക്കൻ ഷാളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് വന്നത്. സുമ്മ സല്ലാ ബിഹി, അതനുസരിച്ച് അത് ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു എന്ന് ഹദീസ്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.